ഇൽമ്, അറിവോടുകൂടി അർത്ഥമറിഞ്ഞ് ആശയം മനസ്സിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. രണ്ടാമത്തേത്, അത് പറയുന്നത് സംശയത്തോടു കൂടിയാകാൻ പാടില്ല. എന്തെങ്കിലും ഒരു സംശയം അവിടെ ബാക്കിയുണ്ടാകാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പറ്റുമോ? ഇസ്തിഗാത്ത് അള്ളാഹു അല്ലാത്തവരോട് പറ്റുമോ? അതൊക്കെ തൗഹീദിന്റെ ഭാഗമാണോ? അല്ലെ അതൊന്നും ശിർക്കാവുകയില്ല എന്ന എക്കച്ചക്ക പാടില്ല. മറിച്ച് ഈ മനസ്സിലാക്കിയത് ഉറപ്പായ അറിവായിരിക്കണം, യഖീനായിരിക്കണം, ഉറച്ച വിശ്വാസമായിരിക്കണം എന്നതാണ് രണ്ടാമത്തെ കാര്യം. അങ്ങനെ ഉറച്ചു മനസ്സിലാക്കണം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആര് മാത്രമാണ്? അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, പ്രവാചകനിൽ വിശ്വസിക്കുന്നു, സുമ്മ ലം യർതാബു, പിന്നെ ശങ്കിക്കാതിരിക്കുകയും. അപ്പൊ വിശ്വസിക്കുക എന്നാൽ അങ്ങനെയാവോ പറ്റൂല, ഇങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കുകയും സംശയരഹിതമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുകയും പ്രവാചകനെ അംഗീകരിക്കുകയും ചെയ്തവർ മാത്രമാകുന്നു വിശ്വാസികൾ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ കാര്യത്തിൽ സംശയത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയോ സംശയത്തോടുകൂടി വിശ്വസിക്കുകയോ ചെയ്താൽ അവന്റെ വിശ്വാസം ശരിയല്ല, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാധുവായിട്ടില്ല. ഇവിടെ ലം യർതാബു എന്നതിന് മുഫസ്സിറുകൾ നൽകിയിട്ടുള്ള അർത്ഥം സംശയിക്കാതെ എന്നതിന് ഐഖനു, അവർ ഉറച്ച വിശ്വാസം യഖീൻ ഉണ്ടാവുകയും, വലം യശുക്കു, ഉറച്ച വിശ്വാസം ഒരു സംശയവും ബാക്കിയില്ലാതെയും അവർ വിശ്വസിക്കുകയാണെങ്കിൽ, പറയുകയാണെങ്കിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യാഥാർത്ഥ്യമാകുന്നത്. എന്നാൽ നമ്മൾ പരിശോധിച്ച് നോക്കൂടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാൾക്ക് അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാത്ത് നടത്തിയാൽ ആ തൗഹീദിനെതിരാകുമോ എന്ന് സംശയമല്ല. അങ്ങനെ ഇസ്തിഗാത്ത് നടത്താം എന്നാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ മനസ്സിലാക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് എതിരല്ല അബ്ദുൽ ഖാദർ ജീലാനിയെ സഹായിക്കണേ എന്ന് പറയുന്നത്, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്നത്, സി എം മടവൂരെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിനെതിരല്ല, മറിച്ച് അതിന്റെ ഭാഗമാകുന്നു എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ്. അവരുടെ ഇൽമ ശരിയായിട്ടില്ല, ഉറച്ച വിശ്വാസവുമില്ല, അതിൽ ചില ശങ്കകളുണ്ട്. അങ്ങനെ ആ സംശയത്തോടുകൂടി വിശ്വസിച്ചാൽ വിശ്വാസമാവുകയില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നി റസൂലുള്ളാഹ് ലാ യൽഖ അല്ലാഹ ബിഹിമാ അബ്ദുൻ ഗൈറു ശാക്കിൻ ഫീഹിമാ ഇല്ലാ ദഖലൽ ജന്ന. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരാൾ നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുകയില്ല, സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ. അതിന്റെ ഇടയ്ക്കൊരു വാചകം പറഞ്ഞു. അതെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുക മാത്രമല്ല, ഗൈറ ശാക്കിൻ, സംശയലേശമന്യേ, സംശയമില്ലാത്തവനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുക. അപ്പൊ പറഞ്ഞാൽ പോരാ, സംശയമില്ലാത്ത നിലക്ക് ഉറച്ച വിശ്വാസത്തോടുകൂടി അത് പറഞ്ഞവനെ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞ ഇൽമ് എന്നതിന് പുറമെ ഇവിടെ യഖീൻ, ഉറച്ച വിശ്വാസമുണ്ടാകണം. അപ്പോഴേ ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യമാവുകയുള്ളൂ.